ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ട്. ഇതിൻ്റെ തണ്ട് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റോ അല്ലെങ്കിൽ മുകളിലോട്ട് പടർന്നു കയറാൻ എന്തെങ്കിലും സൗകര്യമുള്ളിടത്ത് ഇത് സാധാരണ നട്ടിട്ട് ഒരു ചരട് കൊണ്ട് ഇത് കൂട്ടി കെട്ടിയാൽ മതി. അത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് മുകളിലോട്ട് വരും. അപ്പോൾ അതിനത് പടർന്നു കയറാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വളരെ ഈസിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ചെയ്യുന്നിടത്തു നിന്നോ തണ്ടുകൾ മേടിച്ച് നമുക്ക് നല്ല സൂര്യപ്രകാശമുള്ള ഏതെങ്കിലും സ്ഥലത്ത് തടിയുടെ പോസ്റ്റോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റോ അല്ലെങ്കിൽ PVC പൈപ്പോ എന്തും നമുക്ക് ഭൂമി കുഴിച്ചിട്ടിട്ട് അതിൻ്റെ സൈഡിൽ ഇത് നട്ടു കൊടുത്താൽ മതി. ഒരു 4 എണ്ണമെങ്കിലും ഓരോ പോർഷനും നമ്മൾ നട്ടു കൊടുക്കണം. നട്ടു കൊടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് നമ്മൾ പടർന്നു കയറാനുള്ള സൗകര്യം കൂടെ അവിടെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഏറ്റവും നല്ലത് ഞങ്ങൾക്കിപ്പോൾ നോക്കിയതിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് കോൺക്രീറ്റിൻ്റെ പോസ്റ്റ് തന്നെയാണ്. കാര്യം അത് ബലമാണ്. 20 മുതൽ 25 വർഷം കോൺക്രീറ്റിൻ്റെ പോസ്റ്റ് യാതൊരു കേടും കൂടാതെ നിൽക്കും. നമ്മൾ ടയറിൻ്റെ മിക്ക ആൾക്കാരും ടയർ വെക്കുന്നുണ്ട്. പക്ഷേ ഒരു 10 വർഷം ആകുമ്പോഴത്തേക്ക് ആ ടയർ നശിച്ചു പോകും. പിന്നെ ചെടിയും നശിച്ചു പോകും. 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ചെടിയുടെ മുകളിൽ 250 കിലോ ഭാരം ഈ ചെടികൾ തന്നെ ഉണ്ടാകും. ആദ്യത്തെ 1-ാം വർഷം പഴം കുറവായിരിക്കും, 2-ാം വർഷം അതിലും കൂടുതലായിരിക്കും, 3-ാം വർഷം മുതൽ ഏത് പ്ലാന്റിൽ നിന്നും നമുക്ക് ഒരു 150 ഫ്രൂട്ട്സ് ഒരു സ്റ്റാൻഡിൽ നമുക്ക് ലഭിക്കും. ഇത് തന്നെ ഇത് ഏറ്റവും ഉദാഹരണം ഇത് നോക്കാം. ഇത് പറന്ന് കയറി അത് മാത്രം വെയിറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. നല്ല വെയിറ്റാണ് കംപ്ലീറ്റ്. വളം ഞങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കോഴിക്കാട്ട ഇട്ട് കൊടുക്കാറുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ ചെയ്യാറേ ഇല്ല. കംപ്ലീറ്റ് കോഴിക്കാട്ട ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കും. ചില ആൾക്കാർ നിർദ്ദേശിച്ചു അതിൻ്റെ കൂട്ടത്തിൽ അല്പം NPK ഇട്ടാൽ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ പോഷക ഗുണങ്ങളും ഈ കോഴിക്കാട്ടത്തിലില്ല. അതുകൊണ്ട് നമ്മൾ അല്പം NPK ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വേണ്ട, വർഷത്തിൽ നമ്മൾ ആഴ്ച ഒരു പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം. ഞങ്ങൾ നനയ്ക്കാതെ തന്നെ ഞങ്ങൾ നോക്കി ഒരു വർഷം കുറേ ചെടി ഒന്നും ചെയ്തില്ല. എന്നിട്ടും അത് അടുത്ത മഴക്കാലമായപ്പോൾ അത് കാ പിടിച്ചു, നശിച്ചു പോയില്ല. കാര്യം ഇത് കള്ളിമുള്ളി ചെടിയാണ്. ഇതിൻ്റെ തണ്ടിൽ തന്നെ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെള്ളമില്ലെങ്കിലും അത് ജീവിക്കുന്നൊരു ചെടിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ദിവസം കഴിഞ്ഞാൽ ഇത് കിളുക്കും. ഇത് മറ്റുള്ള എല്ലാ ചെടികളും 10 ദിവസം കഴിയുന്നതിന് പുറകെ ഉണങ്ങിപ്പോകും തണ്ടുകൾ. നമുക്കത് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയല്ല. പക്ഷേ ഇതൊരു 30 ദിവസം കഴിഞ്ഞാൽ ഇത് വേര് പിടിക്കുന്നുണ്ട് ഇതിന് കംപ്ലീറ്റ്. ഞങ്ങൾ ചിലർക്കൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ ആയി ചിലപ്പോൾ 20-25 ദിവസം കൊണ്ട് അവിടെ ചെല്ലുന്നു. ആ ചെടികളൊക്കെ അവിടെ കിളുക്കുന്നുണ്ട് കംപ്ലീറ്റ്. എന്തോ ഇല്ല, പറതക്കതായിട്ട് അസുഖങ്ങളൊന്നും ഈ ചെടികൾക്ക് വരാറില്ല. മെയിനായിട്ട് വെച്ചാൽ അടമഴ സമയത്ത് ചിലപ്പം ഒരു ഫംഗസിൻ്റെ എഫക്റ്റ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതങ്ങ് മാറിപ്പോകും കംപ്ലീറ്റ്. എന്തോ പിന്നെ ചില വെറൈറ്റികൾക്ക് അതിശൈത്യമായ ചൂട് നമ്മൾ സാധാരണ ഒരു 20 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെയാണ് സാധാരണ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് സൂട്ടായിട്ടുള്ള കാലാവസ്ഥ.